സോ നമ്മൾ ആ ഒരു ഓട്ടോമേഷൻ ഫ്രം ദ സ്ക്രാച്ച് ഞാൻ ചെയ്ത് കാണിക്കാൻ പോവാണ്. നമുക്കൊരു ലൈവായിട്ട് ഒരു ഓട്ടോമേഷൻ ബിൽഡ് ചെയ്ത്, ഇപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വേണമെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കാം. ബട്ട് ഞാൻ ഇപ്പം എൻ്റെ ഉള്ള ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ മെയിൽ ഓട്ടോമേഷൻ ത്രൂ ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അതിന് എന്തൊക്കെ എലമെൻസ് ആണ് നമ്മൾ യൂസ്, ദാറ്റ് മീൻസ് നോട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഞാനിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ആദ്യമേ അതിൻ്റെ പർപ്പസ് ഒന്ന് പറയാം. എനിക്ക് ഒരു ചാറ്റ് ഒരു എന്താണ് ഓപ്ഷൻ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കത് മൊബൈലിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു റിക്വയർമെൻറ്റ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഐ വാണ്ട് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദിസ് പർട്ടിക്കുലർ പേഴ്സൺ എന്ന് മെയിൽ ഐ ഡി ഫ്രം ദിസ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ കണ്ടന്റ് അത് തന്നെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ഈ ഒരു സ്പെസിഫിക് മെയിലിലേക്ക് മെയിൽ അയക്കണം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്ര വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക് കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണ്ടി വരും എന്നുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ബിൽഡ് വിത്ത് എ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫ്രം ദ സ്ക്രാച്ച് മാനുവലി നമ്മൾ ചെയ്യാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് എന്താണ് വേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. ട്രിഗർ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് എപ്പോഴും ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിഗറാണ്. മനസ്സിലായല്ലോ? ട്രിഗർ നോഡുണ്ട്, ആക്ഷൻ നോഡുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോഡ്സ് നോക്കുന്ന സമയത്ത് ട്രിഗർ നോഡുണ്ട്, ആക്ഷൻ നോഡുണ്ട്. സോ ഞാനിപ്പോൾ ട്രിഗർ നോഡാണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് ഓൺ ചാറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു എന്താണ് ട്രിഗർ നോഡിനെ ഞാനിവിടെ സെറ്റപ്പ് ചെയ്തു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചാറ്റ് ഹായ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഒരു ഓപ്ഷൻ ചാറ്റിൻ്റെ ഓപ്ഷൻ വരണമെങ്കിൽ ഈ പറയുന്ന ട്രിഗർ നോഡ് വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഒരു ഓൺ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ ഒരു ഹായ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടൂ. ഇല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കുണ്ടായിരുന്നോ? ഇവിടെ ചാറ്റ് ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ ആ ഒരു ചാറ്റ് ഓപ്ഷനെയാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഓൺ ചാറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു നോഡിനെ ഞാനിവിടെ ആഡ് ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇത് ആഡ് ചെയ്തു. ഞാനിപ്പോൾ ഫ്രീ അക്കൗണ്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കാണിച്ചു തന്ന അതേ സെയിം ടെമ്പററി മെയിൽ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ തന്നെയാണ്. 10 ദിവസം ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇതെന്താണ്, ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഹായ് അയക്കുക. ഓക്കെ, ഹായ് അയക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വീഴുന്നുണ്ടെങ്കിൽ ഫൈൻ, ഇത് വർക്കിംഗ് ആണ്, ഇതിന് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതൊന്ന്. അപ്പോൾ നമ്മൾ ഒരു നോഡ് ആഡ് ചെയ്തു, ഫൈൻ. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു ബ്രെയിൻ വേണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെമ്മറി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ഇതെല്ലാം വേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ നമ്മളൊരു ബ്രെയിനെ ആഡ് ചെയ്യാൻ പോവാണ്. ബ്രെയിൻ മീൻസ് എന്താണ്, അതിനകത്ത് മെമ്മറി ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, ലൈക്ക് നമ്മളുടെ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം അതിൻ്റെ അകത്തു നിന്നായിരിക്കും. മെയിൻലി ഒരു 80% നമ്മളുടെ ഓട്ടോമേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഫ്ലോയുടെ സംഭവം സെറ്റപ്പ് ആകുന്നത് ഈ പറയുന്ന ബ്രെയിൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നായിരിക്കും. സോ ഞാൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ബ്രെയിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഈ AI എന്ന് പറയുന്നത് അതല്ല, ബ്രെയിൻ എന്ന് പറയുന്നത് AI ഏജന്റ് ആണ്. ഓക്കെ, AI ഏജന്റിനെ ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഈ ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്ത് കളയുന്നു എന്ന് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഞാനൊരു ബ്രെയിനിനെ ഇവിടെ ക്ലിക്ക് ക്രിയേറ്റ് ആഡ് ഓൺ ചെയ്തു. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, നമുക്കത് ഫിക്സ് ചെയ്യാം. ഓക്കെ, നോ വറീസ്. അപ്പോൾ ചെയ്തല്ലോ, ഒരു ബ്രെയിനിനെ ഞാൻ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചാറ്റ് മോഡലിനെ എനിക്കിവിടെ ആഡ് ചെയ്യണം, എനിക്കൊരു മെമ്മറി ആഡ് ചെയ്യണം, എനിക്കൊരു ടൂൾ വേണം. ഇപ്പോൾ ഈ ഒരു മെയിൽ ഞാൻ അയക്കണമെങ്കിൽ എനിക്ക് സ്പെസിഫിക്കലി വേണ്ട ഒരു ചാറ്റ് ഓപ്ഷൻ വേണം. ചാറ്റിൽ ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റിൻ്റെ ഡേറ്റാസ് ഐറ്റംസ് അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും, പാസ് ഓൺ ചെയ്തിട്ട് AI ഏജന്റ് ഈ ബ്രെയിനിലേക്ക് പോകുന്നു. ഈ ബ്രെയിനിലൊരു ചാറ്റ് മോഡലുണ്ട്. ഈ ചാറ്റ് മോഡൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ AI ആണ്. ഓപ്പൺ AIയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ പറയുന്ന മെയിലും കാര്യങ്ങളും എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഓപ്പൺ AI ആയിരിക്കും. നമ്മുടെ ആ ഒരു റിക്വയർമെൻറ്റ് ഇത് ചെയ്യാൻ പോകുന്നത്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ AI ആണ്. അതിനുശേഷം എന്തെങ്കിലും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളൊരു മെമ്മറി ആഡ് ചെയ്യും. ഫൈൻ. പിന്നെ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ എന്താണ്
എവിടേക്കാണ് അയക്കേണ്ടത്, ദാറ്റ് മീൻസ് നമ്മൾ ജിമെയിലിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ആ ജിമെയിലിന് എന്ത് ചെയ്യും, നമ്മളൊരു ടൂളായിട്ട് ഇവിടെ ആഡ് ഓൺ ചെയ്യും. ഇത്രയും ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു ഓട്ടോമേഷനാണ്. ഓക്കെ, സോ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഞാനൊരു ചാറ്റ് മോഡലിനെ ആഡ് ചെയ്യാൻ പോണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പൺ AI എന്ന് പറയുന്ന ചാറ്റ് മോഡലിനെ ഞാനിവിടെ ആഡ് ചെയ്തു. ഞാനിവിടെ അതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ ക്രെഡിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു 100 ഫ്രീ ക്രെഡിറ്റ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഫൈൻ. ദെൻ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് മെമ്മറിയാണ്. മെമ്മറിയിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മെമ്മറിയാണ്. സിമ്പിൾ മെമ്മറിയിൽ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു, എനിക്കൊരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ഒരു 20 ഓപ്പറേഷൻസ് വരെ ഇതിൻ്റെ ഈ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നമ്പേഴ്സ് നമ്മളോട് കൊടുക്കുക. പാസ്റ്റ് ഇൻട്രാക്ഷൻസ് എത്ര സംഭവം സ്റ്റോർ ചെയ്യണമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ 10 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഫൈൻ. ഞാൻ അതിന് ശേഷം ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാനൊരു മെമ്മറി ആഡ് ഓൺ ചെയ്തു. നമുക്കിങ്ങനെ വലിച്ച് മാറ്റിയൊക്കെ വയ്ക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. ഫൈൻ. ഒന്ന് പെട്ടെന്ന് കാണാം. അല്ലെങ്കിൽ ഇവിടെ ഹൈഡ് ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതങ്ങ് കുറച്ചുകൂടെ സ്പേസിങ് കിട്ടും. ഞാനിവിടെ മെമ്മറിയെ കുറച്ചിങ്ങോട്ട് വലിച്ചു മാറ്റി വെച്ചു. ഇനി ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണുള്ളത്. ഈ ടൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ജിമെയിലാണ് ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമെയിൽ തന്നെ വേണമെന്നില്ല, ഔട്ട്ലുക്കോ അതും നിങ്ങൾക്ക് എടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ഇതാണ് ജിമെയിൽ ടൂൾ എന്ന് പറയുന്നത്. കൺസ്യൂം ദ ജിമെയിൽ API എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. റിക്വസ്റ്റ് ഹ്യൂമൻ അപ്രൂവൽ അതല്ല, കൺസ്യൂം ദ ജിമെയിൽ API എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ ജിമെയിൽ അക്കൗണ്ട് ഞാൻ ഓൾറെഡി ഒത്തൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ ഓൾറെഡി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഒത്തൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടൂളിൻ്റെ സംഭവം ഞാൻ സെറ്റപ്പ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. മെസ്സേജ് അതുപോലെ തന്നെ സെൻഡ്, ഇവിടെ 2 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ലെറ്റ് ദ മോഡൽ ഡിഫൈൻസ് ദ പാരാമീറ്റർ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ ഈ പറയുന്ന ഞാൻ ചാറ്റിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന മെയിൽ ഏതാണോ അതിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ അത് മോഡൽ ഡിഫൈൻ ചെയ്യട്ടെ. ഞാൻ അവിടെ കൊടുക്കുന്നത് ഇവിടെ വർക്കാവും. അതുപോലെ തന്നെ സബ്ജക്റ്റ് ലെറ്റ് ദ മോഡൽ ഡിസൈൻ. അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ ടൈപ്പിൽ എന്ത് കൊടുക്കുക, HTML പകരം ടെക്സ്റ്റ് കൊടുക്കുക. ഫൈൻ. ഇവിടെ മെസ്സേജ് ഉണ്ട്, ഇതും ലെറ്റ് ദ മോഡൽ ഡിഫൈൻസ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊടുക്കുന്ന കോൺടാക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു മെയിൽ ഡ്രാഫ്റ്റ് ആവുന്നത്. അതും ലെറ്റ് ദ മോഡൽ ഡിഫൈൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും CCO BCCO അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെയിൽ അയക്കുന്ന സമയത്ത് ഇയാൾക്ക് CC വെക്കണം, അയാൾക്ക് BCC ആണ് വെക്കേണ്ടത്, അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇത്രയും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാനിവിടെ ക്ലോസ് ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ സെറ്റപ്പ് ആയിരിക്കുന്നത് എന്തൊക്കെയാണ്, ഞാനൊരു ചാറ്റ് ഓപ്ഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ദ ട്രിഗർ. ചാറ്റ് കൊടുക്കുന്ന സമയത്ത് ട്രിഗർ ആവുന്നു. അതിനുശേഷം ഞാനൊരു ബ്രെയിൻ ആഡ് ചെയ്തു. ഈ ഒരു ബ്രെയിനിൽ ഞാൻ കൊടുത്തേക്കുന്ന ഒരു ഓപ്പൺ AI എന്ന് പറയുന്നൊരു ചാറ്റ് മോഡൽ കൊടുത്തിട്ടുണ്ട്, ഒരു മെമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാനൊരു ടൂൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ഒരു മെയിൽ ലൈക്ക് ജിമെയിൽ എന്ന് പറയുന്നൊരു ടൂൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈക്ക് എന്തൊക്കെ മോഡൽസ് ആണ് യൂസ് ആവുന്നത്. ഇവിടെ ആഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട. ഫ്രം ദ ബേസിക് ലൈക്ക് നമ്മളൊരു നോർമൽ ഒരു ഓട്ടോമേഷൻ ആണ് ബിൽഡ് ചെയ്യുന്നത്. ഞാനിവിടെ വേറെ ഒന്നും ഇൻബിൽട്ട് ടൂളോ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനത് ക്ലോസ് ചെയ്തു. സിമ്പിൾ മെമ്മറി ഞാൻ ഓൾറെഡി പറഞ്ഞു. സിമ്പിൾ മെമ്മറിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻട്രാക്ഷൻസ് എത്ര സേവ് ചെയ്യണമെന്ന് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. വേറെ ഒരു ചേഞ്ച് ഞാനിവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈൻ അല്ലേ, ക്ലിയർ അല്ലേ? അത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ സെൻഡ് എ മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തു. മെസ്സേജ് ഇൻ ജിമെയിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ ആഡ് ഓൺ ചെയ്തു. പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് AI ഏജന്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ബ്രെയിനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ ഈ AI ഏജന്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിൻ മെയിനായിട്ട് എന്താണ് ആക്ട് ചെയ്യേണ്ടത്, നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിലാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ യു ആസ് ആൻ ഇമെയിൽ എക്സ്പേർട്ട്, ഓക്കെ, who creates or who draft email according to the requirement. അത്രയും ഒരു നോർമൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. കൺസിഡർ യു ആസ് ആൻ ഇമെയിൽ ക്രിയേറ്റിംഗ് എക്സ്പേർട്ട് who draft email according to the requirement in the chat option.
ഓക്കെ, ഇമെയിൽ ക്രിയേറ്റിംഗ് എക്സ്പേർട്ട്. ഓക്കെ, ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഞാനൊരു നോർമൽ പ്രോംപ്റ്റ് മാത്രമാണ് കൊടുത്തത്. കൺസിഡർ യുവേഴ്സ് ആൻ ഇമെയിൽ ക്രിയേറ്റിംഗ് എക്സ്പേർട്ട് ഹു ഡ്രാഫ്റ്റ്സ് ഇമെയിൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഇൻ ദ ചാറ്റ് ഓപ്ഷൻ. ഞാൻ ചാറ്റിൽ എന്ത് റിക്വയർമെന്റ് കൊടുക്കുന്നോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു ഇതാണ് സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് കൊടുത്തു, സിസ്റ്റം മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഞാൻ ഇത് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊരു നോർമൽ ഒരു ഒരു ഓട്ടോമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ. ഒരു ട്രിഗർ ഉണ്ട്, ഒരു ബ്രെയിൻ ഉണ്ട്, ഒരു ഓപ്പൺ AI മോഡൽ ഉണ്ട്, ദാറ്റ് ഫോർ ചാറ്റ് ഓപ്ഷൻ, ദെൻ ചാറ്റ് മോഡൽ. ഓക്കെ, ദെൻ ഒരു മെമ്മറി ഉണ്ട്, ദെൻ നമുക്കൊരു ടൂൾ ഉണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ. ഞാൻ എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു ഹായ് കൊടുക്കുകയാണ്. നമുക്കിവിടെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് അറിയുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എല്ലാം ഗ്രീൻ ടിക്ക് വീഴുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. എല്ലാത്തിലും ഗ്രീൻ ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫൈൻ. ഇവിടെ ജിമെയിലിലോട്ട് വന്നിട്ടില്ല, കാരണം ഇത് ഔട്ട്പുട്ട് പോകേണ്ട സ്ഥലമാണ്, അതിലേക്ക് പോയിട്ടില്ല. ഫൈൻ, ബാക്കി എല്ലാം വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഹായ്, ക്രിയേറ്റ് ആൻ ഇമെയിൽ ഫ്രം. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. ഓക്കെ ഫൈൻ, ഫ്രം വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി അത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ആക്സസ് കൊടുത്തിരിക്കുന്ന ജിമെയിലിൽ നിന്നായിരിക്കും എന്തായാലും എന്ത് പോകുന്നത്, നമ്മൾ ഒതൻറ്റിക്കേഷൻ കൊടുത്തിട്ടുള്ള ജിമെയിൽ, അതിൽ നിന്നായിരിക്കും മെയിൽ പോകാൻ പോകുന്നത്. ഫൈൻ, നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒതൻറ്റിഫിക്കേഷൻ കൊടുത്തില്ലേ, അതിൽ നിന്നായിരിക്കും എന്തായാലും മെയിൽ പോകുന്നത്. ബട്ട് ഏതിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഹായ്, സോ ക്രിയേറ്റ് ആൻ ഇമെയിൽ about AI in 2026 and send that email to ceo@codestarts.com. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക്, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത് സെൻഡ് ആവുന്നത് കാണിച്ചു തരിക എന്നുള്ളതാണല്ലോ എൻ്റെ പർപ്പസ്. ഓക്കെ ഫൈൻ, ഞാനിത് എന്താണ് ceo@codestarts.com ഹൈ ക്രിയേറ്റ് ആൻ ഇമെയിൽ അബൌട്ട് AI in 2026 ആൻഡ് സെൻഡ് ദാറ്റ് ഇമെയിൽ ടു ceo@codestarts എന്ന് പറയുന്ന ഒരു ചാറ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനപ്പോൾ എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മളുടെ റിക്വയർമെൻറ്റ് ഓപ്പൺ AI ചാറ്റ് മോഡലിലേക്ക് പോയിട്ട് എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഈ ബ്രെയിനിൽ നമ്മളൊരു സിസ്റ്റം ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇമെയിൽ ക്രിയേറ്ററായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇത് ഈ ഓപ്പൺ AI യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് മനസ്സിലായല്ലോ, ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഡൺ, ഐ സെൻഡ് ദ ഇമെയിൽ ടു CEO. വുഡ് യു ലൈക്ക് എ കോപ്പി സേവ്ഡ് ഓർ എനി ഫോളോ അപ്പ് ഷെഡ്യൂൾ? മനസ്സിലായോ? ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പേഴ്സണൽ മെയിലിലേക്ക് പോവാം. ceo@codestarts ഞാൻ പോവാണ്. ബി സ്കൂളിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, കാണാമല്ലോ നിങ്ങൾക്ക്. AI in 2026 കീ ട്രെൻഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ്. ഇതിപ്പോൾ എനിക്ക് അവിടുന്ന് ക്രിയേറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നൊരു മെയിലാണ്. ഇവിടെ HTTP N8N എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ പോലൊരു സംഭവം വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റേണ്ടി വരും. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ സെൻഡ് ഇൻ മെസ്സേജിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൻഡ് N8N ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്തിടുക. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യത്തില്ല, N8N ഒരു ഓപ്ഷൻ വരത്തില്ല. സെൻഡ് ഇറ്റ് അഗൈൻ എന്ന് കൊടുക്കാം. സെൻഡ് ഇറ്റ് അഗൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മെയിൽ പോകും. വിത്തൗട്ട് N8N സിഗ്നേച്ചർ ഇല്ലാതെ ഒരു മെയിലൂടെ പോകും. ഓക്കെ, നമുക്ക് നോക്കാം സിഗ്നേച്ചർ വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചെന്ന് നോക്കാം. രോഹിത്തിലേക്ക് പോയി മെയിൽ ഓപ്പൺ ചെയ്തു. AI in 2026 ന്യൂ മെയിൽ വന്നു. ഇതിൻ്റെ അകത്ത് N8N ഉണ്ടോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആഡ് ഓൺ ചെയ്യാം. നമ്മളുടെ ചാറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഒരു സിഗ്നേച്ചർ എനിക്ക് ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ? സോ ഇതാണ് വളരെ നോർമലായിട്ടുള്ള ഒരു ഓട്ടോമേഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഒന്നുമില്ല, സിമ്പിളായിട്ട്. ഞാനിപ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതൊരു URL ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇമെയിൽ ബിൽഡർ
ഞാനൊരു നെയിം കൂടെ കൊടുത്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടും. വർക്ക്ഫ്ലോ പബ്ലിഷ്ഡ്, ഗോട്ട് ഇറ്റ്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പബ്ലിഷ്, ഇതിൻ്റെ അകത്ത് എററോ കാര്യം സെറ്റപ്പ് എററോ ഒന്നുമില്ല. പബ്ലിഷ് ഓക്കെ. ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ എവിടെ വേണേലും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിനെ ഒരു ലൈവ് URL ആയിട്ട് എനിക്ക് പബ്ലിഷ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ എനിക്ക് എവിടെ വേണേലും എൻ്റെ മൊബൈലിലോ എവിടെ വേണേലും എനിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ലൈക്ക് എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, എൻ്റെ മൊബൈലിൽ യൂസ് ചെയ്യാം, എവിടെ വേണേലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.